ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റമദാനൊക്കെ കഴിയാറായില്ലേ, അപ്പോൾ ചിക്കൻ കൊണ്ട് ഒരു സ്നാക്ക് റെസിപ്പി കൂടി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഏതായാലും റമദാൻ കഴിയില്ലേ, അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 250 ഗ്രാമോളം ചിക്കനാണ് ചെറുതാക്കി കട്ട് ചെയ്തതാട്ടോ, ചെറിയ പീസാക്കി കട്ട് ചെയ്തത്. അതിലേക്ക് ഒരു എഗ്ഗ് കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾക്കതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് 1 ടീസ്പൂണ് പച്ചമസാലയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ കൂടി അടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനിവിടെ 3 ടീസ്പൂണോളം കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ളത്ര മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക. അതുപോലെ 2 ടീസ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും മതിയാവും. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാതെ നല്ലോണം കുഴച്ചെടുക്കാം. നല്ലോണം മിക്സാക്കി എടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എന്നാലും ഞാൻ എല്ലായിടത്തും നല്ലോണം മിക്സാക്കി നോക്കുകയാണ്. അതിനുശേഷം ഇത് സെറ്റാവില്ല എന്ന് കണ്ടപ്പോൾ കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ നോക്കിട്ടോ. ഇത് കുഴച്ചെടുക്കുക മാത്രമല്ല, നമ്മളൊരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. മസാല ഒക്കെ പിടിച്ചിട്ട് നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചോട്ടോ. എനിക്കിപ്പോൾ നേരില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. ബാങ്ക് കൊടുക്കാനൊക്കെ സമയമായേ. അപ്പോൾ ഉണ്ടല്ലോ, ഇത് നമ്മൾ മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പാത്രം വെക്കുക. അതിലേക്കുണ്ടല്ലോ സമൂസ ലീഫില്ലേ, അത് ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തമൊന്നും നമുക്ക് വേണ്ട. ഞാൻ അതിൽ നിന്നൊരു 10 എണ്ണം എടുത്തിട്ട് ഇതുപോലെ കത്രിക വെച്ചിട്ട് ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി കത്രിക വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതിലും ബെറ്റർ കത്തി എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന കേട്ടോ. അപ്പോൾ ഞാൻ കത്തി വെച്ചിട്ട് തന്നെ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നൂല് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല കനം കുറവിൽ, അധികം വീതിയൊന്നും ഇല്ലാതെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ വേറൊരു പ്ലേറ്റും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ചിക്കൻ എടുക്കുക, എന്നിട്ട് ഇതിൽ ഇങ്ങനെ കവർ ചെയ്യുക. ചിക്കൻ നല്ല ബോൺലെസ് പീസ് നോക്കിയിട്ട് എടുത്തിട്ട് ആണ് കേട്ടോ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല കനം കുറവിലാണ് നമ്മൾ ചിക്കനൊക്കെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ലീഫിലൊക്കെ ഇട്ടിട്ട് ഇതുപോലൊന്ന് പൊതിയാം. നല്ലോണം പൊതിയണ്ട, ഈ ഒരു ലെവലിൽ പൊതിഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾക്ക് മാറ്റിയേക്കും. ഒരുപാട് നമ്മൾ ലീഫ് ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാൻ നേരത്ത് ചിക്കൻ ഉണ്ടാവില്ല, ലീഫായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ അത് വേണ്ട. ചിക്കൻ ഇതുപോലൊന്ന് പൊതിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഇത് അത്ര ഓവറൊന്നുമല്ല. പിന്നെ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. പാൻ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു പ്രത്യേക ഷേപ്പുള്ളൊരു പാനാണ് കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം വീണേ, അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. പെട്ടെന്ന് വറുത്തെടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ഇത് വറുത്തെടുക്കരുത്, കാരണം ഉള്ളിലുള്ള ചിക്കൻ വെന്ത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ മൊരിയിച്ചെടുക്കുകയാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ ചിക്കനിൻ്റെ ഉള്ളൊക്കെ നല്ലോണം വന്നിട്ടുണ്ടാവും. ഈ ഒരു കളറായപ്പോൾ ഞാൻ ഈ ചിക്കനെല്ലാം ഒരു അരിപ്പക്കയിൽ വെച്ചിട്ട് കോരിയെടുക്കാൻ പോവാം കേട്ടോ. ഇത്രയും മതിയാവും. ഇപ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എണ്ണയിൽ നിന്ന് ഇതെല്ലാം കോരിയെടുക്കുകയാണ്. ഇനി നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോകണം കേട്ടോ. ഇതിലും ഒരുപാട് മുരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു കളറിൽ എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത്ര പെട്ടെന്ന് കഴിയട്ടോ. ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ എനിക്കിത് നിങ്ങൾക്ക് ഇത് തുറന്നിട്ട് പൊളിച്ചൊക്കെ കാണിച്ച് തരുന്നുണ്ട്. പക്ഷെ ഭയങ്കര ചൂടാട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.